മഴ പെയ്ത് കഴിഞ്ഞാൽ മീനുകൾക്കും എല്ലാത്തിനും ഒരു വല്ലാത്തൊരു ഉഷാറല്ലേ. ഇതുണ്ടോ, മീനുകളൊക്കെ നല്ല ഉഷാറായിട്ട് വെട്ടിത്തിളങ്ങുന്നു. പിന്നെ ചെടികൾക്കും നല്ലത് തന്നെയാണ്. ചെടികളൊക്കെ എന്തൊരു രസമായിട്ടാണ് ഊർജ്ജസ്വലമായി നിൽക്കുന്നത്. നമ്മൾ എത്ര നനച്ചിട്ടും കാര്യമില്ല. ഈ ചെടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മഴ കിട്ടുമ്പോഴേക്കും എന്തോ ഒരു ഔഷധം പോലെയാണ്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് പിന്നെ പൂത്തുലഞ്ഞ് നിൽക്കുക. ഇതിൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയായിരുന്നു. നനച്ചു കൊടുത്തിട്ടും കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നനയ്ക്കുന്നതിനൊരു പരിധിയില്ലേ. പക്ഷെ മഴയ്ക്ക് അങ്ങനെ ഒരു പരിധിയില്ലല്ലോ, അൺലിമിറ്റഡ് അല്ലേ. അല്ലോ, എന്ത് മനോഹരമായൊരു പൂവാണ്. ഈ പൂവിൻ്റെ പേര് ആർക്കറിയാമോ എന്ന് പറയണേ. ഇത് രസമാണ് കാണാൻ. എടാ എവിടെയോ പോയി വരിക, ഭയങ്കര തിരക്കിലാണ്. പോയി മണ്ണ് കുളിച്ചിക്ക്. മഴേനെ കൊണ്ട് എത്ര കഴുകിയിട്ടും കാര്യമില്ല. മൂപ്പർക്ക് അതൊരു പ്രശ്നമേ അല്ല. ചളി മേത്തായാൽ കുളിക്കാൻ വിളിച്ചാലൊന്നും വരില്ല. നമ്മൾ കുളിക്കാനുള്ള ഭാഗം ഷാമ്പൂ ഒക്കെ എടുക്കുമ്പോൾ സ്ഥലം വിട്ട് കളയും. പിന്നെ അവാക്കാടോ, ഇത് റംബൂട്ടാൻ വേറെ ഒന്നും കേട്ടോ. ഇതിപ്പോൾ മഴ പെയ്തിട്ട് തളിർത്തതാണ്. ഞാൻ തല കട്ടിയിരുന്നു, തളിർത്ത് കണ്ട. പിന്നെ ഇതൊക്കെ കട്ട് ചെയ്തിരിക്കും. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് നല്ല രസമുള്ള പൂണ്ടാകുന്നതാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതൊക്കെ തെളിക്കുന്നുണ്ട്. വിയറ്റ്നാം എയർലി പ്ലാവ് ഉണ്ടോ. ഇതൊക്കെ എന്താ രസമായിട്ട് മഴ പെയ്യുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ ഇലേൻ്റെയൊക്കെ കളറ് മാറി ഒക്കെ ഉഷാറായി. ഇത് J33 എന്ന് പറഞ്ഞ പ്ലാവാണ്. ഇത് കുറേ കാലമായി കേട്ടോ. ഇത് കുഴിച്ചിട്ടിട്ട് നമ്മളെ മണ്ണിൻ്റെ തകരാറാണോ എന്നറിയില്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വളരുകയും ആവശ്യമുള്ളത് വളരാണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഇത് വയനാട്ടിൽ നിന്ന് വാങ്ങിയ ഇരാണിയാണ്. വിലക്കുറവിന് കണ്ടപ്പോൾ ഇതൊക്കെ പിന്നെ വളം വലിയ ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും. നമ്മൾ കുഴിച്ചിട്ടെടുത്താൽ മതി ഉണ്ടാക്കാൻ. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവം എന്താ പറഞ്ഞാൽ, നിങ്ങളിത് കണ്ട ഓൾ സീസൺ പേരയാണ്. ഏത് സമയവും ഇതിൻ്റെ മുകളിൽ അൺലിമിറ്റഡാണ്. ഏത് സമയം പേരുണ്ടാവും. അത് നിറച്ചുണ്ടാവുകയും ചെയ്യും. കായ വേണ്ട, നിലത്തൊക്കെ കായ നിറച്ചും കായല്ലാത്തൊരു സ്ഥലമല്ല വേണ്ട. ഇത് സംഭവം തന്നെ നമുക്ക് ഒരാൾക്ക് കൊടുക്കാനൊന്നും ആകില്ല. ഓരോന്നാണ് പഴുക്കുക. മാങ്ങയൊക്കെ ആകുമ്പോൾ ഒറ്റയടിക്ക് ഒടിച്ചിട്ട് ആർക്കും കൊടുക്കുകയും ചെയ്യാം. ഇതാകാൻ പറ്റില്ല. ഇത് ഒന്നും അപ്പുറത്ത് പഴുത്താൽ നമ്മളത് ഒന്നായിട്ട് പോണ്ടേ. ഉണ്ട്, ഇങ്ങനെയാണ് കഥ.